നേതാക്കന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് ആ സമാജം അപമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കാതു തുറന്ന് കേൾക്കണം. കഞ്ചാവോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം. ഈ PK ശശികല സാധനത്തിനെ കേരളത്തിലുള്ളവർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സാധനം നമ്മുടെ ഘടനയെ കുറിച്ച് പ്രസംഗിച്ചത് ഈ കഞ്ചാവോളി എന്ന് പറഞ്ഞാണ് അത് പ്രസംഗിച്ചത്. ആ പ്രസംഗം ഇപ്പോൾ ഭയങ്കര വൈറലാണ്. ഇത് വൈറലായതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസംഗത്തിന്റെ മേന്മ കൊണ്ടല്ല, ഈ സാധനത്തിന് തെറി വിളിക്കാനായിട്ട് ആളുകൾ ഈ പ്രസംഗം കൂടുതലായിട്ട് കാണുന്നത് കൊണ്ടാണ് ഇത് കൂടുതൽ വൈറലായത്. ഞാൻ ഫെലിക്സ് മൊമൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. കാരണം ഇതിൽ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അതൊന്നും ചെയ്യണം. അതുപോലെ ഷെയർ ലൈക്ക് ഒക്കെ ഒന്ന് ചെയ്യും പ്ലീസ്. സത്യത്തിൽ തലയ്ക്കൊരു ബോധവും ഇല്ലാത്തൊരു സാധനമാണ് ഈ ശശികല ടീച്ചർ എന്ന് പറയുന്ന ഒരു സാധനം. ചേച്ചിക്ക് അറിയില്ലെങ്കിലും ഈ RSSനും BJPക്കാർക്കൊക്കെ നല്ല കൃത്യമായിട്ട് അറിയാം ഈ സാധനത്തിന്റെ നിലവാരം എത്രയാണെന്നുള്ളത് ഇവർക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ പൊളിറ്റിക്കൽ സൈഡിൽ ഒരു കീ സ്ഥാനത്തൊന്നും ഇവർ വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഇതൊക്കെ ഇതിനെയൊക്കെ എവിടെയെങ്കിലും പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ഇവർക്ക് തലവേദനയാണ്. പിന്നെ കേരളത്തിന്റെ ഹിന്ദു ഐക്യവേദിയുടെ ഒരു രക്ഷാധികാരി എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തുന്നത് ഈ തലവേദന ഒന്ന് ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു വ്യത്യസ്ത സമുദായങ്ങൾ, അതിനെ പ്രതിനിധീകരിക്കുന്ന ഓരോ സമുദായങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇവരൊക്കെ തന്നെ പരസ്പരം ഈ ചില വർഗീയ വിദ്വേഷത്തോടുകൂടിയൊക്കെ സംസാരിക്കാറുണ്ട്, രാഷ്ട്രീയപരമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ ഈ സാധനം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതൊക്കെ വന്നാൽ വർഗീയ വിഷമാണ് തുപ്പുന്നത്. മനസ്സിലായില്ലേ? വർഗീയ വിഷം. ഇപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ശശികല ടീച്ചറിനൊന്നും ഒരു ചാനലുകാരും ഒരു ചർച്ചയ്ക്ക് വിളിക്കാറില്ല. വിളിച്ചു കഴിഞ്ഞാൽ സംവാദകരൊക്കെ ഇവരവസാനം തെറി വിളിക്കുന്ന ഒരു ഘട്ടത്തിലൊക്കെയാണ് പല ചർച്ചകളും അവസാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ഒരു ചാനൽ ചർച്ചക്കാരും ഈ ശശികല എന്ന് പറയുന്ന സാധനത്തിന് ആരും വിളിക്കാറില്ല. ഇപ്പൊ ഈ ഹിന്ദു ഐക്യവേദി, അതല്ലെങ്കിൽ ഈ പോപ്പുലർ ഫ്രണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ പുതുതായിട്ട് രൂപം കൊണ്ടത് കാസ എന്നൊക്കെ പറയുന്ന ഇങ്ങനെയുള്ള ചില സംഘടനകളുണ്ടല്ലോ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്ര വർഗീയത പറയുന്ന ചില കൂട്ടങ്ങളാണ്. ഒരു പൊതുവേദിയിലൊന്നും ഇവരെ അടുപ്പിക്കുമ്പോൾ ഇവരാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ വിഭാഗീയത ഉണ്ടാക്കുകയും ഈ വർഗീയ വിദ്വേഷം പരത്തിക്കൊണ്ടും ഈ സംഘർഷം ഉണ്ടാകാനൊക്കെ ശ്രമിക്കുന്നത് ഇത്തരം ഈ പാർട്ടികളൊക്കെയാണ്. ഈ ശശികല ടീച്ചർക്ക് ഈ ചേച്ചിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞത് ഒരു ബോധമില്ലാത്തൊരു സാധനമാണത്. ഇനിയിപ്പോൾ നമുക്ക് ഈ വേടനെ കുറിച്ച് പറഞ്ഞെന്താണെന്ന് കേൾക്കണ്ടേ? അതിനുള്ളൊരു മറുപടിയൊക്കെ നമ്മൾ കൊടുക്കണ്ടേ? നല്ല നല്ല കൃത്യമായിട്ടുള്ള മറുപടി നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടും കേട്ടും ഒക്കെ ഒന്ന് മുന്നോട്ട് പോകാം. ലങ്കൻ പുലികൾക്ക് ഇപ്പോഴും ദാഹിക്കുന്നു എന്നതിന്റെ പേരില് ആ ലങ്കൻ പുലികളുടെ രക്തദാഹവുമായി ശ്രീലങ്കൻ ഒറിജിനുമായി വന്ന് ഈ കേരളത്തെയും വിഘടിപ്പിക്കാം എന്ന് തീരുമാനിച്ച് പ്രവർത്തിക്കുന്നവരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കണം ഒരു സമൂഹത്തെ. അവരാണ് ഈ സമൂഹത്തിന്റെ പ്രതിനിധികള്. ബാക്ക് കണ്ട ശകുന്തള, ഫ്രണ്ട് കണ്ട ഡ്രാക്കുള. സമയം പോയത് മിച്ചം. വെറുതെ മനുഷ്യനെ കുറിപ്പിക്കാൻ ഇറങ്ങിക്കോളും ചവങ്ങള്. നമ്മളെ ശശികല ടീച്ചർ ഈ സമൂഹം എന്ന് പറഞ്ഞത് ഇവരുടെ മുൻപിൽ നിന്ന് ഇവരുടെ പ്രസംഗം കേൾക്കുന്ന ഇരിക്കുന്ന ഒരു 4-5 ആൾക്കാരെ കുറിച്ചാണോ, അതോ ഇനി വേടന്റെ പരിപാടി കേൾക്കാൻ വരുന്ന 10,000-കണക്കിന് ജനങ്ങളാണ് ഇപ്പോൾ വേടന്റെ പരിപാടി കൂടാനോട് ഒത്തുകൂടുന്നത്? ഇവരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് എനിക്കൊരു സംശയം. ഇനി വേടന്റെ പരിപാടി കാണാൻ വരുന്നവരെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആദ്യം ഈ വേടന്റെ പരിപാടി ആദിവാസികളാണ് കാണാൻ വരുന്നതെങ്കിൽ അത് ഇനിയിപ്പോൾ എങ്ങനെ എണ്ണിയാലും അത്രയും ആദിവാസികൾ വരില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് വേടന്റെ ഈ പ്രോഗ്രാം കാണാൻ വരുന്നത്. മാത്രമല്ല, നിങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത്, നിങ്ങളെ തെറി വിളിക്കുന്നതിൽ 90% നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഈ ഹിന്ദുക്കൾ തന്നെയാണ്. നമുക്ക് മറ്റൊരു വീഡിയോ ഒന്ന് കാണാം. പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റേതായി പാലക്കാട് നടത്തിയ പരിപാടി, തനതായ എത്ര കലാവിഭാഗങ്ങൾ അവർക്കുണ്ട്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്തെന്ത് കലാരൂപങ്ങളുണ്ട്. റാപ്പ് സംഗീതമാണ് ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം. ഗോത്ര സംസ്കൃതി അതാണോ? അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതാണോ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. ഈ പരട്ടത്തള്ളയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഈ വേടൻ കാട്ടിൽ നിന്ന് നാട്ടിൽ കയറിയതാണ് ഈ തള്ളയുടെയൊക്കെ പ്രശ്നം, ഈ തള്ളമാരെപ്പുള്ള ഇവരുടെയൊക്കെ പ്രശ്നം.
അവിടെ കിട്ടുന്ന ഈ കാട്ടിൽ കിട്ടുന്ന വല്ല തോലോ ഇലയോ അതൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ നാടൻ മറച്ച് വിറകൊക്കെ കൂട്ടി തീയൊക്കെ ഇട്ട് അതിന് ചുറ്റും ഇങ്ങനെ നിങ്ങൾ ഈ കാട്ടാളന്മാരുടെ ഒരു വേഷമൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ആ തീയുടെ ചുറ്റും ഇങ്ങനെ ആ ഹോ ഏ ഹോ എന്നൊക്കെ വെച്ചൊരു സൗണ്ട് ഉണ്ടാക്കി ഒരു ഇത്തരത്തിൽ കിടന്ന് കൂത്താടുന്നതിന് പകരം വേടൻ ഇങ്ങനെ നാട്ടിൽ കയറി ഈ ജനങ്ങളെയൊക്കെ ഇളക്കി മറിച്ചാൽ ഈ തള്ളക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇനി ബാക്കിയൂടെ കേൾക്കാം നമുക്ക്. ശശികല പറയുന്നത് എന്താണ്? പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണ് അവിടെ കയറേണ്ടത്. അതിന്റെ പേരിലാണ് അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത്. അപ്പോ വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളിവിടണമെങ്കിൽ അവരിൽ അവസരം ഉണ്ടാക്കണം, അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കണം. നിങ്ങളൊന്നേ, നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം. പലഹാരം വേണോ ശ്രാമേ? പലഹാരം അല്ലടാ കഴുതേ, പരിഹാരം. ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. നീയാണ് അവളെ കൊല്ലാൻ നടക്കുന്നതെന്ന് പോലീസിനോട് അവൾ ആണിട്ട് പറഞ്ഞില്ലേ? അതല്ലേടാ അവന്മാര് നിന്നെ എടുത്തിട്ട് ചാച്ചത്. അത് മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെ കിനാവ് കണ്ട് കിടക്കുമാരെങ്കിലും മാരങ്ങോടൻ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഞാനുള്ളതാ പറഞ്ഞത്. ഇനിയെങ്കിലും നോക്കി കണ്ട് നടന്നെങ്കിലേ അവളെ നിന്നെയും കൊണ്ടേ പോകൂ, ഉറപ്പാ. ഈ റാപ്പ് എന്താണെന്ന് ഒരു കോപ്പ് പറഞ്ഞു കൊടുത്തൊരു സാധനമാണ് ഇത്. പിന്നെ നമ്മുടെ ഈ ചേച്ചിക്ക് നമ്മുടെ ഈ ശശികല ടീച്ചറിനെ പറ്റി ഒരു അബദ്ധം കൂടി നിങ്ങൾ കേൾക്കണ്ടേ? അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. സർക്കാർ ഫണ്ട് ചെലവഴിച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ ഇവർ പറയുന്നത് പട്ടികജാതി പട്ടികവർഗക്കാരുടെ വികസന ഫണ്ട് എന്നാണ് പറയുന്നത്. ഈ വികസന ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഉന്നമനത്തിന് അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് സർക്കാർ ചെലവഴിക്കുന്ന ഒരു ഫണ്ടാണ്. ഈ വർഷാവർഷം കോടികളാണ് ഇതിനു വേണ്ടി സർക്കാർ ചെലവഴിക്കുന്നത്. ഈ കോടികളെന്ന് പറയുമ്പോൾ ചിലരുടെയൊക്കെ പോക്കറ്റിൽ പോയതിന് ശേഷമുള്ളതാണ് എന്ന് മാത്രം നിങ്ങൾ അതിനെ കണക്കാക്കിയാൽ മതി. അതായത് നമ്മുടെ ഈ ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ്, കേരളത്തിന്റെ പ്രസിഡന്റ് RV ബാബു ഈ അടുത്തിടെ കൊടുത്തൊരു അഭിമുഖത്തിൽ അദ്ദേഹം ഈ ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് 2017 തൊട്ട് 24 വരെ, അതായത് 7-8 വർഷക്കാലം സർക്കാർ ചെലവഴിക്കേണ്ടിയിരുന്ന ഇവരുടെ വികസന ഈ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടി ചെലവഴിക്കേണ്ട തുക 23,000 കോടി ആണെന്നാണ് പറഞ്ഞത്. ഇതിൽ കുറേയൊക്കെ അവർ ലാപ്സായി പോയി. ഇത്രയും രൂപയാണ് ഈ വർഷത്തിനുള്ളിൽ ചെലവഴിക്കേണ്ട തുക എന്നാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അതായത് നമ്മുടെ ഈ കേരളത്തിലുള്ള SC/ST കണക്കെടുത്തു കഴിഞ്ഞാൽ SC എനിക്ക് തോന്നുന്നത് 9.48 അങ്ങനെയാണ്. അതായത് ഏകദേശം ഒരു 30-31 ലക്ഷം പേരും. അതുപോലെ ഈ ST എന്ന് പറയുന്നത് 1.45 അങ്ങനെയാണ്. അതായത് ഒരു 5 ലക്ഷത്തിനകത്തുള്ള ആൾക്കാർ. കൂടുതൽ ഒരു 30-35 ലക്ഷം ആൾക്കാരാണ് ഈ കേരളത്തിലുള്ളത് ഈ SC/ST വിഭാഗത്തിൽ. ഈ 23,000 രൂപ, അതായത് വർഷാവർഷങ്ങളിൽ ഇങ്ങനെ കൊടുക്കുന്നത്. ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ സമയം തൊട്ട് ഇവരുടെ ഇവർക്ക് വേണ്ടി പൈസ സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ തുകയൊക്കെ ഇവരുടെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്ന വർഗം ആകുമായിരുന്നു ഈ കൂട്ടർ. അപ്പോൾ എങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്രയും തുകയൊക്കെ ചെലവഴിക്കുന്ന ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി ഇവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഇത്രയും പൈസയൊക്കെ ചെലവഴിക്കുമ്പോഴും ഈ 21-ാം നൂറ്റാണ്ടിലും ഇവർ കാട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതി, നാട്ടിലോട്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് ഈ ശശികലയെ പോലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ തെരുവിൽ വന്ന് വിളിച്ചു പോകുന്നത്. വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. ഈ പണ്ട് ഈ മേലാളന്മാർക്കൊക്കെ ഒരു ചില കലാപരിപാടികളുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു കലാപരിപാടി നമുക്കൊന്ന് കാണാം. എന്താണ് ഇവരുടെ കലാപരിപാടി എന്നുള്ളത്? മേൽക്കുപ്പായമോ? ധിക്കാരി! ആരാണ് ഇവിടെ കുപ്പായ ഇടിച്ചത്? രാധതമ്പ്രാട്ടിയാണ്. രാധ! അവരുടെ തോന്നിയാൽ ഇവിടെ പറ്റില്ല. അഴിക്കണത് അഴിക്കാൻ! തമ്പ്രാൻ പറഞ്ഞ കേട്ടില്ലേടി? ഈ പെൺകിടാത്തികളുടെ ഈ മാറ് കാണുമ്പോൾ ഇവനൊക്കെ ഒരു സുഖം, ഒരു കുളിര്, ഒരു രോമാഞ്ചം ഒക്കെ ശരി. അങ്ങനെയാണെങ്കിൽ ഈ മേലാളത്തിമാർക്ക് ഇവർക്ക് എങ്ങനെ സുഖം കിട്ടിയിരുന്നു, ഇവർക്കൊരു കുളിര് കിട്ടിയിരുന്നത് എങ്ങനെയാണ്? എന്തായാലും ഈ അടിയാളത്തിമാരുടെ മാറ് കണ്ടാൽ ഇവർക്ക് രോമാഞ്ചം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇവർക്ക് രോമാഞ്ചം ഉണ്ടാവാനായിട്ട്, ഒരു സുഖം കിട്ടാനായിട്ട് ഇവരെന്തായിരിക്കും കണ്ടിട്ടുള്ളത്? എനിക്ക് ഈ ചരിത്രം വലിയ പിടിയില്ലാത്തതാണ്. ശശികല ടീച്ചറിന് അറിയാമെന്നുണ്ടെങ്കിൽ ഒരു കമൻ്റായിട്ട് അറിയിച്ചാൽ വളരെ നന്നായിരിക്കും.
എനിക്ക് വേടനോട് പറയാനുള്ളത്, നീ അബദ്ധത്തിൽ പോലും ഈ സാധനത്തിന്, ഈ ശശികല ടീച്ചറിനൊന്നും നിന്റെ വീട്ടിന്റെ പരിസരത്ത് പോലും കയറ്റരുത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ വരാൻ സാഹചര്യം ഉണ്ടായാൽ, വരാൻ അവസരം ഉണ്ടായാൽ, അല്ലെങ്കിൽ വരാൻ അനുവദിച്ചാൽ, നീ കഞ്ഞി കുടിക്കുന്നത് സ്റ്റീൽ പ്ലേറ്റിലാണ് അല്ലെങ്കിൽ മൺപ്ലേറ്റിലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സാധനത്തിന് പ്രസംഗിക്കാനുള്ളത്, ഏറ്റവും തീപ്പൊരി പ്രസംഗം നടത്താനുള്ള ഒരു വിഷയമാകുന്നത്. അതായത് ഈ വീടനൊക്കെ സ്റ്റീൽ പാത്രത്തിൽ മൺപ്ലേറ്റിലൊക്കെ കഞ്ഞി കുടിക്കാമോ? ഇതാണോ നിങ്ങളുടെ സംസ്കാരം? ഇതാണോ നിങ്ങളുടെ പാരമ്പര്യം? ഇതാണോ നിങ്ങളുടെ സ്വത്വം എന്നൊക്കെ പറഞ്ഞ് മണ്ണിനെ സ്നേഹിക്കുന്ന മണ്ണിന്റെ മക്കൾ മുറ്റത്ത് കുഴി കുത്തി അതിൽ ഇല വിരിച്ചു ഇല കൊണ്ട് കൂമ്പിള കൂട്ടി അങ്ങനെ കഞ്ഞി കോരി കുടിക്കുകയല്ലേ ചെയ്യാവൂ എന്നൊക്കെ പറഞ്ഞ് നിന്നെ വിളിച്ചത് എന്താണ്? കഞ്ചാവോളി അല്ലേ? ഈ ഗീർവാണോളി ചിലപ്പോൾ ഒന്ന് റോഡിൽ ഒന്ന് വിളിച്ചു പോകും. നമ്മൾ ചിലരൊക്കെ പറയാറില്ലേ, നമുക്ക് ഇന്നത്തെ കാഴ്ച അത്ര ശരിയല്ല, അതുകൊണ്ട് ഒന്നും ശരിയായാലും ഒന്നൊക്കെ പറയാറില്ലേ. അത്തരത്തിലൊരു അസ്ഥിത ഉള്ളൊരു സ്ത്രീയാണ് നമ്മുടെ ഈ ശശികല ടീച്ചർ. അതുകൊണ്ട് ഇവർക്ക് അടുത്ത ദിവസം നല്ലൊരു കാഴ്ച ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് നല്ലൊരു കാഴ്ച ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.